മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. യെസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്, ഇന്ന് നമ്മൾ ഫാം അതുപോലെ തന്നെ ബിൽഡൊന്നും ആയിട്ടില്ല, അല്ല ഫാമൊന്നും ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഫാമും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേണ്ട കാണുന്നതാണ് നമ്മളെ ഫാം. അങ്ങനെ നമ്മൾ AFK ഒക്കെ നിന്ന് ഞാൻ ഫുൾ പൊട്ടാറ്റോയും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനതൊക്കെ കാണിച്ചു തരാം. സോ ഇന്ന് ഗൈസ് ഞാനൊരു സംഭവം സെറ്റാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. യെസ്, ഇന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നമുക്കൊരു എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്താലോ എന്നാണ് ഗൈസ്. യെസ്, ഇന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു റൂം നമ്മൾ സെറ്റാക്കിയല്ലോ. ഈ അണ്ടർഗ്രൗണ്ട് റൂമിൽ നമ്മൾ ഇവിടെ ഒരു എൻചാൻറ്റിങ് സെറ്റപ്പ് റെഡിയാക്കിയല്ലോ എന്നാലേക്ക്. ഒരു എൻചാൻറ്റിങ് ടേബിൾ എന്തായാലും നമ്മളെ വില്ലേജിൽ നിന്ന് കുറച്ച് ബുക്കും അതുപോലെ തന്നെ ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇവിടെ ഒരു എൻചാൻറ്റിങ് സെറ്റപ്പ് റെഡിയാക്കിയല്ലോ എന്നാലോചിക്കുകയാണ് ഗൈസ്. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. നമുക്ക് എന്തായാലും അതൊന്ന് സെറ്റാക്കാനുണ്ടോ ഗൈസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഷീൽഡ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഷീൽഡ് എവിടെ? ഓക്കെ, ഷീൽഡ് എടുക്കാം. ഓ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഫാം കാണിച്ചു തരാം. അതിന് നമുക്ക് എന്തായാലും സ്ലീപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നൈറ്റാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് സ്ലീപ്പ് ചെയ്തിട്ട് രാവിലെ ആക്കാം കേട്ടോ ഗൈസ്. സോ അപ്പോൾ ഞാൻ പുതിയ അക്കൗണ്ടിലാട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അപ്പോൾ നെയിമും കാര്യങ്ങളും മാറ്റി നമ്മളെ ഒരു നെയിം ഞാൻ കാണിച്ചു തരാം. നമ്മളെ കറക്റ്റ് നെയിം കൊടുത്തു, ടീം ഡെത്ത് വാലി എന്നുള്ള ഒരു നെയിമും കാര്യങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ അക്കൗണ്ട് ആട്ടോ ഗൈസ്. സോ ഞാൻ ഫാം AFK നിന്ന് സെറ്റാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഫുൾ പൊട്ടാറ്റോസും കാര്യങ്ങളും വളർന്നു വന്നിട്ടുണ്ട്. സോ നമ്മളെ ചെസ്റ്റ് നോക്കി നോക്കാം, വർക്കായിട്ടുണ്ടോ എന്ന്. നമ്മളെ ഒരു ഫാം വർക്കായിട്ടുണ്ടോ നോക്കട്ടെ ഗൈസ്. സോ ഓക്കെ, അപ്പോൾ നമ്മളെ ഫാം വർക്കായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ 2 സ്റ്റാക്ക്, ഓക്കെ 2 സ്റ്റാക്കിന് മുകളിൽ നമുക്ക് പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മളിതിന്ന് ഒരു 2 സ്റ്റാക്ക് എന്തായാലും നമ്മൾ ഇങ്ങോട്ട് എടുക്കാം. 30 പൊട്ടാറ്റോ എന്തായാലും അവിടെ നിൽക്കട്ടെ ഗൈസ്. സോ അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. സോ നമ്മൾ ഈ ഒരു 64 ഓക്കെ 2 സ്റ്റാക്ക് പൊട്ടാറ്റോ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു 2 സ്റ്റാക്ക് പൊട്ടാറ്റോ നമുക്ക് പിക്സിന് കൊടുത്ത് ആ ഒരു ഫാം സെറ്റാക്കണം. പിക്സിന് കൊടുത്ത് ആ ഒരു സംഭവം റെഡിയാക്കണം ഗൈസ്. നമ്മുടെ ആ ഒരു ഫാം സെറ്റാക്കണം. നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ പോർക്ക് ചോപ്പും കാര്യങ്ങളൊന്നും സെറ്റായില്ല. ആകെ ഇതിലുള്ളത് ഈ ഒരു 2 പോർക്ക് ചോപ്പ് ആട്ടോ ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോസും കാര്യങ്ങളും കൊടുത്ത് ഈ ഒരു പിക്സിന് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മളൊരു ബേബി പിക്സിനെ റെഡിയാക്കണം. സോ ഇപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടാറ്റോസും കാര്യങ്ങളൊക്കെ ഇതിന് മൊത്തമായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ആദ്യം ഇവിടെ വാട്ടർ ഓണാക്കാം. ഓക്കെ, ഇനി എല്ലാത്തിനും കൊടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കൊടുത്തെന്നാണ് തോന്നുന്നത് കേട്ടോ ഗൈസ്. കുറച്ച് XPയും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. എല്ലാവർക്കും കൊടുത്തോ? ഇനി ആർക്കെങ്കിലും വേണോ? ഓക്കെ, എല്ലാവർക്കും കൊടുത്തെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് വാട്ടർ ഇനി കണ്ടട്ടോ ഗൈസ്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളവിടെ ബേബി പിക്സ് കണ്ടാ, ഒരാളോട് ബേബി പിക്സ് താഴോട്ട് വരാനുണ്ട്. സോ നമ്മൾ ആ ഒരു വാട്ടറും കാര്യങ്ങളൊന്ന് പ്രസ് ചെയ്താൽ ആ ബേബി പിക്സ് കൂടി താഴോട്ട് വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. യെസ്, നമുക്ക് സ്ലാബ് സെറ്റ് ചെയ്താൽ ഇനി വർക്കാവുമായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. യെസ്, ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ സ്ലാബാക്കി ഇവിടെ പൊട്ടിക്കാൻ കേട്ടോ. ഇവിടെ പൊട്ടിക്കാം, അതായിരിക്കും നല്ലത്. യെസ്, ഇവിടെ പൊട്ടിക്കുമ്പോൾ അവിടുത്തെ പ്രശ്നം അവിടെ പ്രശ്നമാകുമോ? ഇല്ല, ഇവിടെ പൊട്ടിച്ചാൽ പ്രശ്നമാവില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. അല്ല, പ്രശ്നമാവും. റിസ്കിന് നിൽക്കേണ്ട ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ പൊട്ടിക്കല്ല, ഇവിടെ പൊട്ടിക്കണം. ഫുൾ കൺഫ്യൂഷൻ ആയില്ല ഗൈസ്. ഇവിടെ പൊട്ടിക്കട്ടെ ഗൈസ്. ഇവിടെ പൊട്ടിച്ചിട്ട് നമുക്ക് സ്ലാബ് ആക്കി കൊടുക്കണം. ഓക്കെ, സ്ലാബ് ആക്കിയിട്ടുണ്ട്. യെസ്, സ്ലാബ് ആക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഇപ്പോൾ നമുക്ക് ഇനി പൊട്ടാറ്റോ കൊടുത്തു നോക്കാം. കൊടുക്കട പൊട്ടാറ്റോ, നീ എന്താ കാണിക്കുന്നത്? ഓക്കെ, എന്താണ് ഗൈസ് വളരാത്ത? നമ്മളെ പൊട്ടാറ്റോ ഫുള്ള് തീരുന്ന കൊലാട്ടോ ഗൈസ്. ഇത് ഇതാവുന്നില്ലല്ലോ ഗൈസ്. ഫുൾ പൊട്ടാറ്റോ ഇപ്പോൾ തീരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം പിക്ക് വലുതായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെന്തായാലും ഫുഡ് കൊടുത്താൽ വലുതാക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഈ ഒരു ബട്ടൺ കണ്ടില്ല ഗൈസ്, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ അപ്പോൾ ഈ ഒരു പിക്കും കാര്യങ്ങളും ചാവുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ആ ലാവ് വന്നിട്ട് നമുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. യെസ്, കണ്ട ഗൈസ്. ഓക്കെ, നമ്മളെ പിഗും കാര്യങ്ങളും കണ്ട പോർച്ചോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. യെസ്, അതാണ് ഈ ഒരു സംഭവം ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പോർച്ചോപ്പും കാര്യങ്ങളും 3 പോർച്ചോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും അവിടെ നിന്ന് ഇനി സെറ്റ് ആവട്ടെ. ഇനി നമ്മൾ ഇനി നമ്മൾ കുറച്ചുകൂടി പൊട്ടാറ്റോ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കൊടുക്കാൻ പറ്റേണ്ടതാണ് ഗൈസ്. എന്തായാലും കൊടുത്തു നോക്കാം. എല്ലാവർക്കും കൊടുക്കാം. എന്നാ പിടിച്ചോ, എല്ലാവരും പിടിച്ചോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് നോക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ ബേബി പിക്സും താഴോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബേബി പിക്സും കാര്യങ്ങളും താഴോട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല ഗൈസ്.
നമുക്ക് ഈ ഒരു ലാവ യൂസ് ചെയ്താൽ നമുക്ക് ഇനിയും പോർച്ചോപ്പും കാര്യങ്ങളും സെറ്റാക്കാം. അതാണ് സംഭവം കേട്ടോ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് പോകാട്ടോ. ഇനി നമുക്ക് ഒരുപാട് ഫാമുകൾ റെഡിയാക്കാനുണ്ട്. നമ്മുടെ അയൺ ഫാം നമ്മൾ ഇതുവരെ സെറ്റാക്കിയില്ല. സോ അയൺ ഫാം സെറ്റാക്കണമെങ്കിൽ നമ്മൾ മൈൻ ഷാഫ്റ്റ് കണ്ടെത്തണം ഗൈസ്. നെയിം ടാഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സോംബിനെ കിട്ടി സെറ്റാക്കാൻ പറ്റുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ സോംബിക്ക് നമുക്ക് ഒരു നെയിമും കാര്യങ്ങളും ഇട്ടെടുക്കണം. എന്നാലേ നമ്മൾ അയൺ ഫാം വർക്കാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സംഭവം സെറ്റാക്കണം. പക്ഷേ അതിന് നമ്മൾ മൈൻ ഷാഫ്റ്റ് പോകണം ഗൈസ്. മൈൻ ഷാഫ്റ്റ് അങ്ങനത്തെ ഒരു സംഭവത്ത് പോകണം. എന്നാലേ നമുക്ക് ആ ഒരു ടാഗ് കിട്ടത്തുള്ളൂ, ആ നെയിം ടാഗ്. സോ അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടെ ഗൈസ്. അടുത്ത വീഡിയോയിൽ എന്തായാലും കണ്ടുപിടിച്ച് നമുക്ക് മൈൻ ഷാഫ്റ്റ് പോകണം. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യട്ടെ ഗൈസ്. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു എൻചാൻറ്റിങ് സെറ്റപ്പ് റെഡിയാക്കണം. യെസ്, എൻചാൻറ്റിങ് സെറ്റപ്പിന് നമുക്ക് ഡയമണ്ട്സ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഒബ്സിഡിയനും ആവശ്യമുണ്ട്. സോ ഇതത് റെസിപ്പി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഗൈസ്, നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എൻചാൻറ്റിങ് ടേബിളിന് എന്തൊക്കെ വേണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. എൻചാൻറ്റിങ് സംഭവം സെറ്റാക്കാൻ ഓക്കെ 1 2 3 4 ഒബ്സിഡിയൻസ് വേണം കേട്ടോ ഗൈസ്. 4 ഒബ്സിഡിയൻസ് വേണം. സോ നമുക്ക് കുറച്ച് ഒബ്സിഡിയൻസ് വേണം. നമ്മുടെ അടുത്ത് ഒരു ഒബ്സിഡിയനേ ഉള്ളൂ. സോ ഇനി 3 ഒബ്സിഡിയൻ കൂടി പോയിട്ട് മൈൻ ചെയ്യണം കേട്ടോ ഗൈസ്. സോ നമുക്ക് എന്തായാലും ഒബ്സിഡിയൻസ് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, രാത്രി ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. രാവിലെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് പോയിട്ട് നമുക്ക് പോയിട്ട് ഒബ്സിഡിയൻസും കാര്യങ്ങളും എടുത്തുകൊണ്ട് വരണം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഒബ്സിഡിയൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ലാവ പൂളിൽ ഉണ്ടാവേണ്ടതാണ് ഗൈസ്. നമ്മൾ ഒരു വട്ടം നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ്. സോ അവിടെ തന്നെ ഉണ്ടാവും തോന്നുന്നു. നമുക്ക് ഇനി വേണ്ടത് 3 ഒബ്സിഡിയൻസ് ആണ്. അത് ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. യെസ് ഉണ്ട് ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് മൈൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഒരു ഒബ്സിഡിയൻസ്. സോ 3 കൂടി മതി കേട്ടോ. 3 കൂടി കിട്ടിയാൽ സെറ്റ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ 1 മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൂടി വേണം കേട്ടോ ഗൈസ്. ഇതിൻ്റെ അടിയിൽ മിക്കവാറും ലാവ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓ, ഭാഗത്തിന് ലാവേ പോകില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഒന്നെടുക്കാം. സെൻജാഞ്ചിങ്ങിൻ്റെ കറക്റ്റ് സെറ്റപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ അറിയുന്നവരൊക്കെ വരുന്ന വീഡിയോയിലായിട്ട് പറയാം നമുക്ക് ഏതാണ് കറക്റ്റ് പവർഫുൾ സംഭവങ്ങളൊക്കെ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആകെയൊക്കെ അറിയുന്ന പ്രൊട്ടക്ഷൻ 4 അങ്ങനെ എന്തോ പറയുന്നൊരു സംഭവം അറിയാം. നല്ലൊരു എൻചാൻറ്റിങ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ അതുപോലെ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഗൈസ്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ എൻചാൻറ്റിങ്ങിൻ്റെ ഒരു ഇത്. അപ്പോൾ അതറിയുന്ന പോലെ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഒബ്സിഡിയൻസ് എന്തായാലും നമ്മൾ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പോവാം. സോ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് ഇനി എന്തായാലും സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ ഒരു എൻചാനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി ഡയമണ്ട്സ് വേണം. ഇനി നമുക്ക് എന്തായാലും വേണ്ടത് ബുക്സ് ആണെന്ന് തോന്നുന്നു. ബുക്സ് കൂടി വേണം. ബുക്സ് നമുക്ക് എന്തായാലും 1 മതിയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും എടുക്കാം. സോ ഇനി നമ്മുടെ എൻചാൻറ്റിങ് ടേബിളാണ് റെഡിയാക്കുന്നത്. സോ എൻചാൻറ്റിങ് ടേബിൾ അപ്പോൾ എന്തായാലും നമ്മൾ എൻചാൻറ്റിങ് ടേബിൾ അങ്ങനെ റെഡിയാക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ എൻചാൻറ്റിങ് ടേബിൾ റെഡിയാക്കിയിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു എൻചാനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ അണ്ടർഗ്രൗണ്ട് റൂമിലാണ് ഗൈസ്. യെസ്, ഇവിടെ ആയിട്ടാണ് നമ്മൾ ഒരു എൻചാനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നത്. സോ നടുക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എൻചാൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സംഭവം സെറ്റാക്കണം. ബുക്ക് ഷെൽഫ് റെഡിയാക്കണം. സോ ചുറ്റും നമ്മുടെ ഒരു ബുക്ക് ഷെൽഫ് വെച്ച് കൊടുത്താൽ അത് വർക്കാവുള്ളൂ ഗൈസ്. യെസ്, അപ്പോൾ നമ്മളെ ബുക്ക് ഷെൽഫ് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് ഇപ്പോൾ 6 ബുക്ക് ഉണ്ട്. ഇനിയും വേണം. അപ്പോൾ ഓക്കെ, 11 ബുക്ക് ഉണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത്. സോ ബുക്ക് റെഡി ആക്കണമെങ്കിൽ ഇനി എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. വെയിറ്റ്, എനിക്ക് തോന്നുന്നു ബ്ലോക്സ് വേണം കേട്ടോ. മരം വേണോ? വെയിറ്റ് നമുക്ക് നോക്കാം. ബുക്ക് ഷെൽഫ് എവിടെ ഗൈസ്? ബുക്ക് ഷെൽഫ് ഓക്കെ, ബുക്ക് ഷെൽഫിന് വേണ്ടത് 3 ബുക്കും അതുപോലെ തന്നെ 6 പ്ലാങ്ക്സും ആണ് ഗൈസ്. 6 പ്ലാങ്ക്സ് വേണം. നമ്മളടുത്ത് മരം ഇല്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇല്ലല്ലോ അല്ലേ ഗൈസ്? ഇല്ല എന്ന് തോന്നുന്നു ഗൈസ്, ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മരം വെട്ടിയിട്ട് വരണം ഗൈസ്. നെക്സ്റ്റ് പണി വന്നിരിക്കുകയാണ്. സോ ഇനി നമുക്ക് മരം വെട്ടണം. നമ്മുടെ വുഡൻ പിക്കാക്സ് ഒക്കെ വുഡൻ ആക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ പോയിട്ട് നമുക്ക് മരം വെട്ടിയിട്ട് വരാം. നമ്മളെ ഫോറസ്റ്റിലേക്ക് പോകട്ടെ. നമ്മളെ മരം വെട്ടുന്ന അവിടെ ആയിട്ടാണ് ഗൈസ്. ഓക്കെ,
ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് മരം വെട്ടാം. നമ്മൾ സാധാരണ അവിടെ പോയിട്ടാണ് മരം വെട്ടാറ്. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ ഗൈസ്. സോ ഇതൊരു ജംഗിളാണ് കേട്ടോ ഗൈസ്. ചെറുതായിട്ടൊന്ന് വീണ് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മരം വെട്ടാം. യെസ് നമുക്ക് കുതിരനെ എടുത്താൽ മതിയായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ അടുത്ത് കുതിര ഉണ്ട്. സോ ഹോർസ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി പോരാട്ടോ. യെസ് ഇവിടെ നിന്ന് വെട്ടാട്ടോ ഗൈസ്. നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിൽ പോയിട്ട് വെട്ടാം, അതാകുമ്പോൾ പെട്ടെന്ന് മുറിക്കാം. യെസ് ഇവിടെ നിന്ന് വെട്ടി താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കെ എന്തായാലും നമുക്ക് മരം വെട്ടാട്ടോ ഗൈസ്. ഗൈസ് മരത്തിൻ്റെ ഫാം നമുക്ക് സെറ്റ് ചെയ്യണ്ട ഗൈസ്. മരത്തിൻ്റെ ഫാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ഫാം കണ്ടാൽ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് മരത്തിൻ്റെ ഫാം സെറ്റ് ചെയ്യണം. മരം നല്ല രീതിക്ക് ആവശ്യം വരുന്നുണ്ട്. സോ എന്തായാലും നമ്മൾ 10 ലോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് മതി. അവിടെയും കുറച്ച് മരം കാണുന്നുണ്ട്. ഈ 2 ബ്ലോക്ക് കൂടി പൊട്ടിക്കാം. യെസ് ഇനി നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ എന്തായാലും വന്നിട്ട് മരം എടുക്കാം കേട്ടോ. ഇവിടെ തന്നെ ഇഷ്ടം പോലെ മരം ഉണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെ മരം വെട്ടാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. നമുക്കൊരു ഫാം സെറ്റാക്കിയാൽ ഈസി ആയിരുന്നു. അതുപോലെ നമുക്കൊരു വുഡ് ഫാം സെറ്റാക്കണം ഗൈസ്. ആദ്യം നമുക്ക് പ്ലാങ്ക്സ് റെഡിയാക്കണം. ഇതൊക്കെ പ്ലാങ്ക്സ് ആക്കട്ടത്. ജംഗിൾ ലോഗാട്ടോ ഗൈസ്. ജംഗിളിൻ്റെ മരമാണ്. സോ 3 ബുക്ക് ഷെൽഫ് ആട്ടോ ഗൈസ് നമുക്ക് റെഡിയാക്കാൻ പറ്റുക. ഇനിയും റെഡി ആക്കണമെങ്കിൽ നമുക്ക് ബുക്ക് വേണം ഗൈസ്. പേപ്പറിനൊക്കെയാണ് ഷുഗർ കെയിൻ വേണം. ഷിറ്റ് നമ്മളൊരു കാര്യം മറന്നു ഗൈസ്. ഷുഗർ കെയിൻ എടുക്കാൻ മറന്നു ഗൈസ്. ഷുഗർ കെയിൻ നമുക്ക് നല്ല രീതിക്ക് ആവശ്യം വരും. ഒരു പേപ്പർ റെഡിയാക്കണമെങ്കിൽ നമുക്ക് ഷുഗർ കെയിൻ വേണം ഗൈസ്. ബട്ട് നമ്മുടെ അടുത്ത് ഷുഗർ കെയിൻ ഇല്ല. നമ്മുടെ അടുത്ത് ഷുഗർ കെയിൻ ഉണ്ടോ നോക്കട്ടെ. നമ്മളെ ചെസ്റ്റ് ഞാൻ നോക്കിയില്ല. ഇല്ല ഗൈസ്, ഷുഗർ കെയിൻ ഇല്ല. ഇതൊരു പ്രശ്നമാണ് ഗൈസ്, അതൊരു പ്രശ്നമാണ്. നമുക്ക് കിട്ടിയ 3 ബുക്ക് ഷെൽഫ് എന്തായാലും താഴത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെയാ സെറ്റ് ചെയ്യേണ്ടത് തോന്നുന്നു. നോക്കട്ടെ, ഇവിടെ തന്നെ അല്ലേ സെറ്റ് ചെയ്യുക, അല്ലേ ഇവിടെയാണോ? ഇങ്ങനല്ലേ സെറ്റ് ചെയ്യുക ഗൈസ്? ഇങ്ങനെ അല്ല കേട്ടോ, ചെറുതായിട്ട് പ്രശ്നം പറ്റി. എവിടെയാ സെറ്റ് ചെയ്ത്? വെയിറ്റ് അങ്ങനെ തന്നെയാണ് ഗൈസ് നമ്മുടെ ബുക്ക് ഷെൽഫ് സെറ്റ്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ ഉണ്ടല്ലോ. ഓക്കെ വർക്കിംഗ് ആകുന്നുണ്ട് ഗൈസ്. ഒരു ആനിമേഷൻ പോകുന്നുണ്ടല്ലേ, സംഭവം വർക്കിംഗ് ആണ്. നമുക്കൊന്ന് എൻജാൻറ്റിങ് ചെയ്ത് നോക്കാം ഗൈസ്. ലസൂലി ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്കൊന്ന് സോഡ് എൻജാൻറ്റ് ചെയ്ത് നോക്കാം എന്താണ് കിട്ടുക കേട്ടോ. യെസ്, നമ്മുടെ ഒരു സോഡ് നമുക്ക് എടുക്കാം, ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ലാപ്പീസ് ലസൂലി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം എന്താണ് കിട്ടുക കേട്ടോ ഗൈസ്. ഷാർപ്പ്നെസ് 1 ആട്ടോ ഗൈസ് ഇവിടെ കാണുന്നത്. സോ നമ്മളെന്തായാലും ഷാർപ്പ്നെസ് 1 ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ഷാർപ്പ്നെസ് 1 ആണ് കാണുന്നത്. നമ്മളെന്തായാലും എൻജാൻറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, നമ്മൾ ഷാർപ്പ്നെസ് 1 അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. യെസ്, ഓക്കെ ഷാർപ്പ്നെസ് 1 ആണ് ഇട്ടത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഇതിൻ്റെ പവർ എന്താണ് ഗൈസ് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. നമ്മളെന്തായാലും ഒരു സംഭവം എൻജാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബുക്ക് ഷെൽഫ് വെക്കുന്നതനുസരിച്ചാണ് നമ്മളെ എൻജാനിങ്ങിൻ്റെ പവറും കാര്യങ്ങളും കൂടുക ഗൈസ്. നല്ല സംഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ ബുക്ക് ഷെൽഫ് ഫുള്ള് കൂട്ടിയാൽ നമ്മൾ ഒരു പോയിന്റ് കൂടണം ഗൈസ്. അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. സോ നമ്മളെന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ പവർ ചെക്ക് ചെയ്യാൻ പോവാണ്. ഷാർപ്പ്നെസ് 1ൻ്റെ പവർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ ഈ ഒരു പവർ ചെക്ക് ചെയ്യാൻ പോവാണ്. സോ എന്തായാലും ഷീപ്പിനെ കൊന്നുപോകാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അറ്റാക്കിങ് കൂടിയിട്ടുണ്ടോ? വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ആ ചിക്കനെ കൊന്നുനോക്കട്ടെ ഗൈസ്. ചിക്കനെ കൊന്നുനോക്കാം നമുക്ക് എന്താണ് കിട്ടുകയെന്ന്. വെയിറ്റ്, റാവ് ചിക്കൻ തന്നെയാണ് ഗൈസ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ കുക്ക്ഡ് സംഭവം കിട്ടുമായിരുന്നു, പക്ഷെ അതിന് വേറെ എന്തോ എൻജാൻറ്റിങ് ചെയ്യണം ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നല്ല എൻജാൻറ്റിങ് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്ത് തരും കേട്ടോ ഗൈസ്. സോ ഓക്കെ, ഇവിടെ ഒരു ഷീപ്പിനെ കാണുന്നുണ്ട്, അതിനോട് കൊന്നുനോക്കട്ടെ. അതൊക്കെയാണ് നല്ല മൂർച്ച കൂടി. 1 ഷോട്ടിൽ ഇപ്പോൾ ചാവുന്നുണ്ടല്ലോ. സോ 1 ആണ് ഗൈസ് ഇട്ടത്. സോ അത് നല്ലതാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കൊരു പരിപാടിയുടെ ഉണ്ട്. നമ്മൾ ആ ഒരു പൊട്ടാറ്റോസും കാര്യങ്ങളും നമുക്ക് അവിടെ തന്നെ കുക്ക് ചെയ്ത് സെറ്റ് ആക്കണം ഗൈസ്. അതിനൊരു സംഭവം റെഡിയാക്കണം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട് ഗൈസ്. സോ നമ്മൾ ഫർണസ് റെഡിയാക്കണം കേട്ടോ. സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു ഉള്ള കോബിൾ സ്റ്റോൺ മൊത്തം എടുത്ത് നമ്മൾ ഫർണസ്, ഓക്കെ 19 ഫർണസ് ഉണ്ട് ഗൈസ്. മൊത്തം അങ്ങ് സെറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, 19 ഫർണസ് നമ്മളങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫർണസും കാര്യങ്ങളും എന്തായാലും നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്യണം ഗൈസ്.
ഇവിടെ മൊത്തം നമ്മൾ നിരത്തി ഫർണസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കുക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആക്കാൻ പോകണം. നമ്മൾ ഈ ഒരു ഐറ്റംസ്, നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എന്ത് ഐറ്റംസ് പോലെ നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യണം. സോ അതിനുള്ളൊരു സെറ്റപ്പ് റെഡി ആക്കണം. അപ്പോൾ നമുക്ക് ഫർണസ് ഫുൾ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്തിപ്പോൾ കോബിൾ സ്റ്റോൺ വെച്ച് നമ്മൾ ഫുള്ള് ഫർണസ് റെഡി ആക്കിയിട്ടുണ്ട്. സോ ഇനി 10 ഫർണസ് കൂടി ഉണ്ട്. മൊത്തം അങ്ങ് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഫർണസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണം കേട്ടോ ഗൈസ്. സോ ഇനിയും ഫർണസ് റെഡിയാക്കണം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഫർണസ് വെച്ചപ്പോൾ അല്ല, കയ്യിലുള്ള ഒരു കോബിൾ സ്റ്റോൺ വെച്ച് ഞാൻ എന്തായാലും ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്കിതൊരു ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് വെച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്ലാബ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഇതിലൊക്കെ നമുക്ക് കോള് കൊണ്ടുപോയി സെറ്റാക്കണം. സോ ഞാനൊരു കോളിൻ്റെ ഒരു ഫാം സെറ്റ് ചെയ്താലും ആലോചിക്കാം നമ്മളെ. സോ അത് സെറ്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ കോളും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ എന്തായാലും നമുക്ക് എടുക്കാട്ടോ. ഇതൊന്ന് നമുക്ക് എന്തായാലും പൊട്ടാറ്റോ എടുത്ത് നമ്മളെ ഫുഡാക്കണം. സോ നമ്മളെന്തായാലും ഇതിന്ന് 64 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫർണസിൽ വെക്കാം കേട്ടോ. യെസ്, നമ്മൾ ഈ ഒരു ഫർണസിൽ എന്തായാലും പൊട്ടാറ്റോ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഈ ഒരു ഇപ്പോൾ നമ്മൾ വുഡാണ് നമ്മൾ കത്തിക്കാൻ കൊടുക്കുന്നത്. സോ വുഡ് വെച്ച് കൊടുക്കുക. യെസ്, അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. സോ വേണമെങ്കിൽ നമുക്ക് ഇന്നൊരു പകുതി എടുത്തിട്ട് നമുക്ക് ഇവിടെയും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്, ഇതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ കുക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫുഡാണ് കേട്ടോ. അത് പൊട്ടാറ്റോ കുക്ക്ഡ് പൊട്ടാറ്റോ എന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ, കുക്ക്ഡ് പൊട്ടാറ്റോ തന്നെ ആയിരിക്കും. യെസ്, ബേക്ക്ഡ് പൊട്ടാറ്റോ. ഓക്കെ, എന്തായാലും കഴിക്കാം കേട്ടോ. യെസ്, നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ആക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് ഫുഡിന് എന്തായാലും ക്ഷാമവും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഗൈസ്. അൺലിമിറ്റഡ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ഇത് തന്നെ അൺലിമിറ്റഡ് ഫുഡ് നമ്മളെ ഒരു വില്ലേജറും കാര്യങ്ങളും സെറ്റ് ആക്കി തരും കേട്ടോ. നമുക്ക് ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുപോയി കത്തിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഗൈസ്. ഉണ്ടാ ഇഷ്ടം പോലെ ഫുഡ് നമുക്ക് ഇനി സെറ്റ് ചെയ്യാം ഗൈസ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഗൈസ് ഓക്കെ ഇതിൽ കുറച്ച് ഇതുണ്ടെന്ന് തോന്നുന്നു, ഇറച്ചി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നമുക്ക് ഇവിടെ കൊണ്ട് കേട്ടോ. ചിക്കനും ഉണ്ട്, അതോടെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പം തന്നെ 10 ബേക്ക്ഡ് പൊട്ടാറ്റോ ആയി ഗൈസ്. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കുക്ക് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ പൊട്ടാറ്റോ റെഡിയാക്കാം കേട്ടോ. യെസ്, നമ്മളിവിടെ കുറച്ച് വീറ്റും കൊണ്ടുപോയി നട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുറച്ച് വീറ്റ് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഞാൻ മിക്കവാറും ഇവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് ആക്കിയിട്ട് ഇവിടെ ഒരു വീറ്റ് ഫാം സെറ്റാക്കും. സോ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ഓട്ടോമാറ്റിക് ഫാം സെറ്റ് ആയിക്കോളാണ് ഗൈസ്. സോ അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്കൊരു അയൺ ഫാം സെറ്റ് ആക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഒരു ബിൽഡാണ് ചെയ്യാൻ പോകുന്നത്, ഒരു അയൺ ഫാം ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ലൈക്ക് അടിക്കാൻ പഠിക്കാൻ നോക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ ഗൈസ്. സോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.